ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നമസ്കാരം. സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവത്ഗീതയുടെ അടുത്ത ഒരു ശ്ലോകം നോക്കാം. ചാപ്റ്റർ 4 ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 38ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നിത്യം പാരായണം ചെയ്യുമ്പോൾ നമ്മളിൽ തന്നെയുള്ള കഴിവുകൾ അത് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. നമ്മുടെ ഒരുപാട് ജീവിത പ്രയാസങ്ങളെ നമുക്ക് നേരിടാനുള്ള ഒരു ശക്തി അതിലൂടെ ലഭിക്കുന്നു. അതുപോലെ മനസ്സിൻ്റെ പല ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാവുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ ഒരു നല്ല വ്യക്തിയായിട്ട് സ്വയം മാറാൻ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊണ്ട് നടക്കേണ്ടിയിരിക്കുന്നു എന്നും കൂടെ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ 38ാമത്തെ ശ്ലോകമാണ് ചാപ്റ്റർ 4. നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകം ജ്ഞാനം എന്ന് പറയുന്നത് അതിന് സമമായിട്ട് ഇവിടെ ഒന്നുമില്ല ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്നുള്ള ഒരു സത്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഒരു പഴമൊഴിയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് വേറൊരു ആ ഒരു പഴമൊഴി അല്ലെങ്കിൽ ആ ഒരു പഴഞ്ചൊല്ല് പോലും വന്നത് ഇതിൽ നിന്നായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ആ ഒരു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ജ്ഞാനം, ആ ശ്രേഷ്ഠമായ ജ്ഞാനം പ്രപഞ്ചത്തെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച്, തൻ്റെ തന്നെ സ്വന്തം മനസ്സിനെയും ശരീരത്തെയും ഒക്കെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ ജ്ഞാനം, ആ ജ്ഞാനത്തിന് സദൃശ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ശ്ലോകത്തിലുള്ളത്. അപ്പോൾ ശ്ലോകം ഒന്ന് വായിക്കാം, 2 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ. സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. 38ാമത്തെ ശ്ലോകം ചാപ്റ്റർ 4 ഭഗവത്ഗീത. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഇവിടെ എന്താണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത്? അതായത് ജ്ഞാനത്തിന് തുല്യമായിട്ട് അല്ലെങ്കിൽ പവിത്രമായിട്ട് ഇവിടെ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്ത് മറ്റൊന്നും തന്നെ ഇല്ല എന്നും ആ യോഗ സംസിദ്ധി നേടിയ ആൾ ആ ജ്ഞാനത്തെ കാലേന അല്ലെങ്കിൽ കാലം കൊണ്ട് തന്നിൽ തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ജ്ഞാനം ലഭിക്കേണ്ടത് പുറത്തുനിന്നല്ല. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായ ജ്ഞാനം എപ്പോഴും ലഭിക്കുക നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ പലതും അന്വേഷിക്കുന്നത് പുറത്താണ്. അതുകൊണ്ടാണ് നമുക്ക് പലതിനും വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളില്ലാത്തത്. അപ്പോൾ പറയുന്നത് ആ ഒരു ജ്ഞാനത്തിന് തുല്യമായിട്ട് ഇവിടെ മറ്റൊന്നുമില്ല എന്നും ആ യോഗ സംസിദ്ധി, ആ യോഗം നേടാനുള്ള ആ ഒരു കഴിവ് അത് നേടിയവൻ ആ ജ്ഞാനത്തെ പെട്ടെന്ന് ഒരു ദിവസം ബോധോദയം ഉണ്ടായി എന്നൊക്കെ പറയുന്ന പോലെ അല്ല. ആ ജ്ഞാനത്തെ വളരെ കാലം കൊണ്ട് കാലേന ആത്മനി വിന്ദതി എന്നാണ് പറയുന്നത്. വളരെ പതുക്കെ പതുക്കെ ആ അറിവ് ഉള്ളിലേക്ക് എത്തൂ. അങ്ങനെ ആ ജ്ഞാനത്തെ കാലം കൊണ്ട് തന്നിൽ തന്നെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ, ജ്ഞാനത്തിന് തുല്യമായിട്ട് പവിത്രമായിട്ട്, അതാണ് ജ്ഞാനേന, ജ്ഞാനത്തിന് സദൃശ്യം തുല്യം, പവിത്രം പവിത്രമായിട്ട്, ഇഹ ഇവിടെ, ന വിദ്യതേഹി, ന വിദ്യതേ മറ്റൊന്ന് ഇല്ല തന്നെ എന്ന്, ന വിദ്യത ഇല്ല തന്നെ. ഹി എന്ന് പറയുന്നത് ഒരു കാര്യം പറയുന്നതിന് കുറച്ച് സ്ട്രെസ്സ് കൊടുക്കുന്നതിനാണ് ഹി എന്നുള്ള പറയുന്നത്. തത് കാലേന യോഗ സംസിദ്ധി, തത് ആ യോഗ സംസിദ്ധി നേടിയവൻ, തത് കാലേന ആ ജ്ഞാനത്തെ കാലം കൊണ്ട്, തത് കാലേന ആ യോഗത്തെ, അത് എന്നുള്ള അർത്ഥമാണ്. കാലേന കാലം കൊണ്ട്, ആത്മനി സ്വയം വിന്ദതി,
ആത്മനി തന്നിൽ തന്നെ. ആത്മനി എന്ന് പറയുമ്പോൾ തന്നിൽ, താൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്വയം, തനിയെ, താനെ, വിന്തതി പ്രാപിക്കുന്നു. അപ്പോൾ ആ ജ്ഞാനത്തെ കാലം കൊണ്ട് തനിയെ തന്നെ സ്വയം തന്നെ ഉള്ളിൽ തന്നെ പ്രാപിക്കുന്നു എന്നാണ്. അപ്പോൾ ജ്ഞാനത്തോളം പവിത്രമായിട്ട് ഇവിടെ മറ്റൊന്നുമില്ല എന്ന് കൃഷ്ണൻ ഉദ്ഘോഷിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഒരു ആൾ പിന്നെ അയാൾക്ക് ഈ ജീവിതത്തിൽ വേറൊരു ആശ്രയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു അവസ്ഥയായിരിക്കുമല്ലോ. ആ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ജീവിതം വേണ്ട എന്നൊക്കെ വെക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യാമോഹത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആത്മജ്ഞാനമാണ് ഏറ്റവും മഹത്തരം എന്ന് പറയുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉള്ള ഒരു വലിയ കാര്യമാണ് ആത്മജ്ഞാനം. അതിനോളം മഹത്തരമായിട്ട് ഇവിടെ വേറൊന്നുമില്ല. അതാണ് പവിത്രം ഇഹ വിദ്യതേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് അനുഷ്ഠിക്കേണ്ട യജ്ഞങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. 12 തരം യജ്ഞങ്ങൾ, ദാനയജ്ഞം, തപോയജ്ഞം, ജ്ഞാനയജ്ഞം എന്നൊക്കെ പറഞ്ഞിട്ട്, ദ്രവ്യയജ്ഞം, പിതൃയജ്ഞം എന്നൊക്കെ പറഞ്ഞ് കുറേ യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ യജ്ഞങ്ങളെല്ലാം പിന്നെ ഒരുവൻ അനുഷ്ഠിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി ആത്മനിയന്ത്രണം അതിലൂടെ കൈവരും. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഇതെല്ലാം ഈ യജ്ഞങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന ആൾക്ക് ആത്മനിയന്ത്രണം ഉണ്ടാവുമെന്നും അയാളിൽ ആത്മജ്ഞാനം ഉദിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരു ഗുരുവിനെ കണ്ടെത്തിയാൽ ആ ഗുരു നമുക്കെല്ലാം തരുമെന്നുള്ള ഒരു അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പല ഗുരുക്കന്മാരെയും തേടി നടക്കും. നല്ലത് തന്നെ, ഗുരു വഴികാട്ടിയാണെന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഗുരുവിനെ നേരത്തെ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു, ഗുരുവിനെ സേവിച്ചും ഗുരുവിനെ പ്രണമിച്ചും ഗുരുവിനോട് സംശയങ്ങൾ ചോദിച്ചും പലതും മനസ്സിലാക്കാം. എന്നാൽ ആ ഒരു ഗുരു ശിഷ്യനെ ഒരു സ്പർശം കൊണ്ട് അങ്ങനെ ഒരു ജ്ഞാനിയാക്കിയതായിട്ട് നമ്മൾ പിന്നെ കെട്ടുകഥകളിൽ മാത്രമേ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇങ്ങനെ ഒരു സ്പർശനം കൊണ്ട് ജ്ഞാനിയാക്കുന്നു, അതൊന്നും നടക്കില്ല. കാരണം ഒരിക്കലും സാധിക്കാത്തതാണത്. കാരണം ഈ അറിവ് എന്ന് പറയുന്നത് അത് കാലക്രമേണ അല്ലെങ്കിൽ കാലേന ലഭിക്കേണ്ടതാണ്, വിന്തതി നേടിയെടുക്കേണ്ടതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നേടിയെടുക്കുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ശ്രീകൃഷ്ണൻ പൂർണ്ണ അവതാരമാണ്. കൃഷ്ണന് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. എങ്കിൽ പോലും കൃഷ്ണൻ അർജുനൻ്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ നിനക്ക് എല്ലാ പിന്നെ അറിവും ജ്ഞാനവും ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കാരണം എന്നാൽ പിന്നെ അങ്ങനെ പറയായിരുന്നു. അതിന് പകരം കൃഷ്ണൻ പറഞ്ഞത്, ഈ നിനക്ക് നിൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ നീ നല്ലൊരു അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് ഈ ഒരു ജ്ഞാനം കാലേന നേടിയെടുക്കാൻ കഴിയും. കാലം കൊണ്ട്, അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം പതുക്കെ ഈ അറിവ് ഉള്ളിലേക്ക് എത്തും, തന്നിൽ താനേ പ്രാപിക്കുന്നു. അപ്പം പിന്നെ ജ്ഞാനത്തിന് തുല്യമായിട്ട് ഇവിടെ ഒന്നും ഇല്ല എന്നും അടിവരയിട്ട് പറയുന്നുണ്ട് കൃഷ്ണൻ. അതുപോലെ തന്നെ ഗുരുവിനെ സേവിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 34-ാമത്തെ ഒരു ശ്ലോകം പറഞ്ഞു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശന എന്ന്. അതായത് പരിപ്രശ്നേന പലതരം ചോദ്യങ്ങൾ കൊണ്ടും, അതുപോലെ സേവ ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ടും, അതുപോലെ പ്രണിപാതം കൊണ്ടും ഗുരുവിനെ നമസ്കരിച്ചും വന്ദിച്ചും സമർപ്പണം ചെയ്തുകൊണ്ടും വിധി അത് നേടാം. നിനക്ക് ആ പരമമായ ജ്ഞാനത്തെ നിനക്ക് നേടാം. അപ്പം ഗുരുവിനെ എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ 34-ാമത്തെ ശ്ലോകത്തിൽ, 34 തന്നെയാണെന്ന് തോന്നുന്നു, 34-ാമത്തെ ശ്ലോകത്തിൽ ഈ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ജ്ഞാനം ഗുരുവിൽ നിന്ന് ലഭിക്കും. എന്നാൽ അത് ഒരു സ്പർശനം കൊണ്ടോ ഒരു ക്ഷണനേരം കൊണ്ടോ ഇത് മുഴുവനും ഇങ്ങനെ നമ്മൾ ഈ മൊബൈലിലൊക്കെ നമ്മൾ ഒരു മൊബൈലിൽ നിന്ന് വേറൊരു മൊബൈലിലേക്ക്
ബ്ലൂടൂത്ത് വഴിയോ ഒക്കെ നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ ഡാറ്റ. അതുപോലെയൊന്നും ഡാറ്റ ഈ ഗുരുവിലുള്ള ഡാറ്റ പിന്നെ ശിഷ്യനിലേക്ക് എത്തില്ല എന്ന് കൃഷ്ണൻ ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ്. കാരണം അത് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഈ ടെക്നോളജിയുടെ ഒരു കാലത്ത് നമ്മളെല്ലാം എല്ലാ എളുപ്പ വഴിയിൽ നമ്മൾ നേടിയെടുക്കുന്നതാണല്ലോ. കാരണം പെട്ടെന്ന് നമുക്ക് അത് കിട്ടണം, പിന്നെ പെട്ടെന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, പെട്ടെന്ന് സെൻഡ് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാത്തിനും പല പല വഴികളുണ്ട്. PDF ആയിട്ട് സെൻഡ് ചെയ്യുന്നു. പക്ഷേ അതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പലർക്കും നമുക്ക് എത്തിക്കാനും ഒക്കെ കാര്യങ്ങളൊക്കെ സഹായിക്കും. എന്നാൽ അതിൽ നിന്ന് നേരെ വിപരീതമായിട്ട് ഒരു ഗുരു ഒരു ശിഷ്യന് നൽകേണ്ട ജ്ഞാനം അതിങ്ങനെ ഒരു സ്പർശനം കൊണ്ടോ ഒരു നിമിഷ നേരത്തെ കാര്യങ്ങൾ കൊണ്ടോ ഒന്നും നടക്കില്ല. അതിന് ഒരുപാട് കാലത്തെ കാത്തിരിപ്പ് ആവശ്യമാണ്. ആ കാലേന ആ ജ്ഞാനം നേടാൻ കഴിയുള്ളൂ. അതാണ് കാലേന ആത്മനി വിന്ദതി. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. പവിത്രമായിട്ട് ഇവിടെ വേറൊന്നും തന്നെ ഇല്ല. ജ്ഞാനേന സദൃശം, ജ്ഞാനത്തിന് തുല്യമായിട്ട് പവിത്രമായിട്ട് ഇവിടെ വേറൊന്നുമില്ല അർജുന. എന്നാൽ തത് സ്വയം യോഗ സംസിദ്ധ, അത് നീ സ്വന്തമായിട്ട് തന്നെ യോഗസിദ്ധിയിലൂടെ ആ യോഗസിദ്ധി നേടിയവൻ കാലേന കാലം കൊണ്ട് ആത്മനി വിന്ദതി, സ്വയം തന്നെ അത് നേടിയെടുക്കുന്നു. ആ കാലം കൊണ്ടാണ് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടോ ഒരു ദർശനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പർശനം കൊണ്ടോ ഒരു ഗുരുവിൽ നിന്ന് എല്ലാ ജ്ഞാനവും ആ ഒരു ശിഷ്യൻ എത്ര ആ ഗുരുവിനെ സേവിച്ചാലും അങ്ങനെ നേടാൻ കഴിയില്ല എന്നും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പറയുന്നു ആത്മജ്ഞാനം വിലയ്ക്ക് വാങ്ങാനും കഴിയില്ല. അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ എല്ലാം വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതാണ്. അമ്മയും അച്ഛനും പോലും വില കൊടുത്ത് വാങ്ങുന്ന ഒരു കാലമാണ് ഇത്. അപ്പോൾ ഗർഭപാത്രം വിലക്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ എല്ലാം വിലക്കെടുക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ഈ ആത്മജ്ഞാനം വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. അതിന് അങ്ങനെ വിചാരിക്കുന്നത് വിഡ്ഢിത്തരമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഗുരുവിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് എത്രയോ ഭക്തന്മാർ ഇങ്ങനെ പെട്ടെന്ന് ആത്മജ്ഞാനം നേടണമെന്ന് വിചാരിച്ച് പലതും ചെയ്യുമ്പോൾ അത് ഗുരുവിന് തന്നെ അപകീർത്തി ഉണ്ടാക്കും. കാരണം ആ ശിഷ്യൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുമ്പോൾ അപ്പോൾ ഇത് ആ ഒരു ഗുരുവിൻ്റെ ശിഷ്യനാണല്ലോ എന്ന് മറ്റുള്ളവർ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു കാര്യവും അപകീർത്തി ഉണ്ടാക്കുന്നതാണ് ഗുരുക്കന്മാർക്ക്. അപ്പോൾ ഗുരുക്കന്മാരോട് അത്രയും ബഹുമാനവും സ്നേഹവും നമുക്ക് ആവശ്യമാണ്. ഗുരുക്കന്മാർക്ക് ഒരു തരത്തിലും നമ്മൾ അപകീർത്തി ഉണ്ടാക്കരുത്, ഒരു നല്ല ശിഷ്യൻ. അതുപോലെ തന്നെ ആത്മജ്ഞാനത്തെ വിലയ്ക്ക് വാങ്ങാനും കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ഈ ഇന്നത്തെ ലോകത്തിൽ എല്ലാം വിലയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ. കാരണം ആരെയും നമ്മൾ ഭയക്കേണ്ടതില്ല, ആരെയും ബഹുമാനിക്കേണ്ടതില്ല എന്നൊക്കെ വിചാരിച്ചും കൊണ്ട് പൈസ ഉണ്ടെങ്കിൽ എല്ലാം നേടാം, എനിക്ക് പൈസയുണ്ട്, എനിക്ക് കോടികൾ ഡെപ്പോസിറ്റ് ഉണ്ട്, ഞാൻ ആരെയും ഭയക്കുന്നില്ല, എനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പറയുന്നത് ഇവിടെ അർജുനനോട് കൃഷ്ണൻ പറയുന്നു, കാലം കൊണ്ടേ ആ ആത്മസാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. ആ ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ബുക്കിഷ് നോളജ് അല്ല, ഒരു ബുക്കിൽ നിന്ന് കിട്ടുന്ന അറിവല്ല. അത് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവാനെ അറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കമ്പ്യൂട്ടറും പഠിക്കുന്നത് അല്ല ജ്ഞാനം. അപ്പോൾ ഭഗവാനെ അറിയുക എന്ന് പറയുമ്പോൾ പ്രപഞ്ച ശക്തികളെ ഒക്കെ മനസ്സിലാക്കുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു അനന്തമായിട്ടുള്ള ബോധശക്തിയാണ്. പ്യുവർ ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ആ ഒരു ശക്തിയെ അറിയുന്നതിനെയാണ് ജ്ഞാനം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയുക. അതിന് സ്വയം ശുദ്ധീകരണം ആദ്യം ആവശ്യമാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പൂർണ്ണതയെ പ്രാപിക്കണമെങ്കിൽ, പൂർണ്ണത എന്ന് പറയുമ്പോൾ സാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവാനെയാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അതിനെ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം.
പക്ഷെ നമ്മൾ ലക്ഷ്യമായിട്ട് കാണുന്നത് പണം ഉണ്ടാക്കുക, പണം വാരിക്കൂട്ടുക, അല്ലെങ്കിൽ അനധികൃതമായിട്ട് പലതും സമ്പാദിച്ച് കൂട്ടുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ പിന്നെ ജീവിതം എന്താണ് പൂർണ്ണത എന്ന് പറഞ്ഞാൽ അർത്ഥം. അതൊക്കെ ഒരു നേട്ടങ്ങളായിട്ട് നമുക്ക് പറയാമെങ്കിലും ശരിയായിട്ടുള്ള ഒരു ആളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണതയെ പ്രാപിക്കുക, ഭഗവാനെ അറിയുക എന്നാണ്. അതിനാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? യോഗ്യതകളാണ്. ആത്മാർത്ഥത വേണം, അല്ലെങ്കിൽ അർപ്പണ മനോഭാവം വേണം. അർപ്പണ മനോഭാവമുള്ള ഒരു ശിഷ്യന് മാത്രമേ ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ, അപ്പോൾ ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും അത്യാവശ്യമാണ്. അങ്ങനെ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട്, അനുഷ്ഠാനങ്ങളിലൂടെ പലതും യജ്ഞഭാവത്തിൽ ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന കാലം കൊണ്ട് ആ ആത്മാവിനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ആ ഭഗവാനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും. അതാണ് ആത്മ അനുഭൂതി കൈവരുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്ര ദിവസങ്ങൾ കൊണ്ടോ, ഇത്ര വർഷങ്ങൾ കൊണ്ടോ, ഇത്ര മാസങ്ങൾ കൊണ്ടോ, ചിലപ്പോൾ ഒരു ജന്മത്തിൽ നടക്കില്ല, അടുത്ത ജന്മത്തിലായിരിക്കും നടക്കുക. പക്ഷേ ചിലപ്പോൾ പറയുന്നു ഒരു ഞൊടിയിടയിൽ അത് നടക്കുന്നവരുമുണ്ട്. അതിന് അത്രയ്ക്കും ഭഗവാന്റെ ആ ഒരു കാരുണ്യവും അനുഗ്രഹവും വേണം. അതുകൊണ്ടാണ് പറയുന്നത് ഈ സാധകരായിട്ടുള്ള നമ്മളെപ്പോലുള്ള സാധകർ അക്ഷമരാകേണ്ട. നമുക്ക് ഒരിടത്തും നമുക്ക് എല്ലാം പെട്ടെന്ന് കിട്ടണം, എല്ലാം പെട്ടെന്ന് നടണം, അതിനുള്ള വഴികളാണല്ലോ എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഈ സാധന നമ്മൾ എന്തൊക്കെയാണ് അതിനുള്ള പരിശ്രമങ്ങൾ, അതാണ് സാധന എന്ന് പറയുന്നത്. അത് ശ്രദ്ധാപൂർവം തുടർന്നാൽ മാത്രം മതി. അങ്ങനെ വളരെ ക്ഷമയോടുകൂടി സാധനകൾ അനുഷ്ഠിക്കുന്ന ഒരു സാധകന് ഈ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയും ആ ജ്ഞാനം കാലേന നേടാൻ കഴിയും, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ഭഗവാൻ തരുന്നത്. അപ്പോൾ 38ാമത്തെ ശ്ലോകം ഭഗവാന് സമർപ്പിക്കുന്നു. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഒരിക്കൽ കൂടെ വായിക്കാം. ശ്ലോകം 38, ചാപ്റ്റർ 4 ഭഗവത്ഗീത, ജ്ഞാനകർമ്മ സന്യാസയോഗം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. അപ്പോൾ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുചാ. ഓം തത്സത്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു, ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.